കൂട്ടുകാരെ, നമുക്കിന്ന് മത്തി തേങ്ങ അരച്ച് കറി വെച്ച് നോക്കാം. ഇന്ന് എന്ത് കറി വെക്കുമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് മത്തി കിട്ടിയത്. ആ മത്തി ഞാൻ തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. അതിന് ഒരു തക്കാളിക്ക് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും ഇഞ്ചി, ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തൊന്ന് ചേർക്കാം. മീൻ ഞാൻ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി എന്തോ ഒന്ന് ചേർക്കുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഇരുമ്പ് പുളിക്കകത്ത് ഇങ്ങനെ പുളി നിറഞ്ഞ് നിൽക്കുന്നത്. അതിൽ നിന്ന് ഒരു 5-6 എണ്ണം പറിക്കാം. നല്ല വിളഞ്ഞത് നോക്കി പറിച്ചെടുക്കാം. അത് നിറച്ചുണ്ട്, അച്ചാറിടണം. ഇനി അത് 4-5 പുളി എടുത്തിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ആ മീനിനകത്തങ്ങ് ചേർക്കാം. പുളി ഞാൻ അതിനകത്ത് അരിഞ്ഞ് ചേർത്തു. ഇനി ഞാൻ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇതും കൂടെ അങ്ങോട്ട് ചേർക്കുകയാണ്, ഇഞ്ചിയെല്ലാം കൂടി. ഇനിയാണ് നമ്മൾക്കുള്ളൊരു സ്പെഷ്യൽ ഐറ്റം കൂടെ അതിനകത്ത് ചേർക്കുന്നത്. എന്ന് പറയുമ്പോൾ ഒരു ഏത്തക്കായാണ്. അതുകൂടെ ഈ മത്തിക്കകത്ത് പച്ചരയ്ക്കുന്നതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഞാനിത് ഒന്ന് വൃത്തിയാക്കിയെടുക്കാം, അരിഞ്ഞെടുക്കാം. മത്തി തേങ്ങ അരച്ച് വയ്ക്കുമ്പോഴേ ഈ ഒരു ഐറ്റം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും. ഇത് ചേർക്കുമ്പോൾ ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? പണ്ട് നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഉണക്കമീനിനകത്ത് കറി ഉണക്കമീൻ കറി വയ്ക്കുമ്പം അതിനകത്ത് ഇത് ചേർക്കും. കൊഞ്ച് കറി വയ്ക്കുമ്പം, കൊഞ്ച് കറി വെക്കുമ്പോൾ ഇത് അതിനകത്ത് ചേർക്കും. അതെല്ലാം നല്ല രുചിയാണ്. ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യാറില്ലെന്ന് തോന്നുന്നു. ഇപ്പം നമുക്കിത് സ്പെഷ്യലായിട്ടൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഈ കായും കൂടെ അരിഞ്ഞത് അതിനകത്ത് ഇടുക. നമുക്ക് അരപ്പ് ചേർക്കാം. തേങ്ങ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിതിനാവശ്യമായിട്ടുള്ള തേങ്ങയും മുളക് പൊടി, മല്ലിപ്പൊടി, സ്വല്പം മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് കലക്കി ചേർക്കാം. അരപ്പ് നമ്മളിതുപോലെ ഒന്ന് കലക്കി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പീസ് കുടംപുളിയും കൂടെ ചേർക്കുന്നുണ്ട്. കാരണം തക്കാളിക്കായും ഇരുപ്പിപ്പുളിയും ചേർത്തുമെങ്കിൽ മാത്രം പുളി കിട്ടത്തില്ല ആവശ്യത്തിന്. അതുകൊണ്ട് നമ്മൾ 2 കൂട്ടം പുളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി അങ്ങ് ചേർക്കാം. ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അടപ്പേ വെക്കാം, വെച്ച് തിളപ്പിച്ചെടുക്കാം. കറി നല്ലപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കടുവറുത്തൊഴിക്കാം. പിന്നെ കടുവറുത്തുമ്പോൾ ഒഴിക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ചൂട് ചോറിനകത്തോട്ട് ഒഴിച്ച് കഴിക്കാൻ നല്ല രുചിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുതേ. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ എല്ലാവർക്കും അതിൽ കാണാം. ഓക്കെ, താങ്ക് യു.